ആകാശവാണി വിദ്യാഭ്യാസ രംഗം. വിജയവാണി SSLC പരീക്ഷാ സഹായി. 10ാം ക്ലാസ് ഗണിതശാസ്ത്രത്തെ ആസ്പദമാക്കിയുള്ള മാതൃകാ ചോദ്യപേപ്പർ അവലോകനം ചെയ്യുന്നത് ഗണിതശാസ്ത്ര അധ്യാപകനും SSCRT കോർ SRG അംഗവുമായ ഗോപകുമാർ GS. ഗണിതത്തിന് ആകെ 80 സ്കോറിനുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ആകെ 27 ചോദ്യങ്ങളാണ്. ഇതിൽ 7 ചോദ്യങ്ങൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഒരു ചോദ്യ നമ്പറിൽ തന്നെ A or B എന്നിങ്ങനെ 2 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. സെക്ഷൻ A വിഭാഗത്തിൽ 1 മാർക്കിൻ്റെ 8 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതേണ്ട ചോദ്യങ്ങളാണിവ. ഉദാഹരണത്തിന്, ഒരു സമാന്തര ശ്രേണിയിലെ 3ാമത്തെ പദം 25 ആണ്. ആദ്യത്തെ 5 പദങ്ങളുടെ ആകെ തുക എത്ര എന്ന ചോദ്യം നമുക്കറിയാം. അത് പാഠപുസ്തകത്തിലെ 1ാമത്തെ അധ്യായമായ അരിത്മെറ്റിക് സീക്വൻസസ് എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് 4 ഉത്തരങ്ങൾ തന്നിട്ടുണ്ടാകും. അതിൽ ശരി ഉത്തരമാണ് കൂട്ടുകാർ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഇവിടെ സമാന്തര ശ്രേണിയിലെ 3ാമത്തെ പദം 25 ആണ്. അതുകൊണ്ട് ആദ്യത്തെ 5 പദങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് 3ാമത്തെ പദം 25 ഗുണം 5, അതായത് 125 ശരി ഉത്തരം. അടുത്തൊരു ചോദ്യം, ഒരു പരീക്ഷയിൽ 8 വിദ്യാർത്ഥികളുടെ സ്കോറുകൾ നൽകിയിരിക്കുന്നു. 60, 40, 25, 55, 63, 46, 32, 48. മധ്യമ സ്കോർ എത്രയെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഈ ചോദ്യം തന്നാൽ നമ്മുടെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സ്കോറുകളെ എഴുതിയതിനു ശേഷം മധ്യത്തിൽ വരുന്നതാണ് മധ്യമ സ്കോർ എന്ന് പറയുന്നത്. ഇവിടെ 2 ഡേറ്റാസാണ് മധ്യത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആ 2 ഡേറ്റായുടെയും ശരാശരിയായ 47 ഉത്തരം. നമുക്കറിയാം, ഈ ചോദ്യം 13ാമത്തെ അധ്യായമായ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ്. 3ാമത്തെ ചോദ്യം, ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ അറ്റത്തുള്ള ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ A 2, 3 B 4, 7 ആയാൽ കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യകൾ ഏവ എന്നുള്ളതാണ്. ഈ ചോദ്യം 7ാമത്തെ അധ്യായമായ കോർഡിനേറ്റ്സ് എന്ന പാഠഭാഗത്തിലേതാണ്. ഇവിടെ വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ അറ്റത്തുള്ള സൂചക സംഖ്യകളാണ് തന്നിട്ടുള്ളത്. അതിനാൽ കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യകൾ എന്ന് പറയുന്നത് 3, 5 ആണ് ശരി ഉത്തരമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 11ാമത്തെ അധ്യായമായ ജോമെട്രി ആൻഡ് ആൾജിബ്രയിലെ ഒരു ചോദ്യമാണ്. ഒരു വരയുടെ സമവാക്യം 3x - y = 0 ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. 1ാമത്തെ പ്രസ്താവന 1, 3 ഈ വരയിലെ ഒരു ബിന്ദുവാണ്. അടുത്തത് 3, 1 ഈ വരയിലെ ഒരു ബിന്ദുവാണ്. ഈ വര x അക്ഷത്തെ മുറിക്കുന്ന ബിന്ദു 1, 0 ആണ്. ഈ വരയിലെ ഓരോ ബിന്ദുവിൻ്റെയും x സൂചക സംഖ്യ y സൂചക സംഖ്യയുടെ 3 ഇരട്ടിയാണ്. ഇവിടെ ഒന്നിലധികം ഉത്തരങ്ങൾ ശരിയാകാവുന്ന ഒരു ചോദ്യമാണിത്. അതായത് മൾട്ടിപ്പിൾ സെലക്ഷൻ ചോദ്യമാണ്. ഇതിനിവിടെ 4 ഉത്തരം തന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള ഉത്തരമാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. അതിൽ ഉദാഹരണം A 1, 3, 4 ശരിയാണ്. B 1, 4 ശരിയാണ്. C 2, 3 ശരിയാണ്. D 2, 4 ശരിയാണ്. ഇത്തരത്തിലുള്ള 4 ABCD എന്നുള്ള ഉത്തരങ്ങളായിരിക്കും ചോദ്യപേപ്പറിൽ തന്നിട്ടുള്ളത്. കൂട്ടുകാർ വളരെയധികം ശ്രദ്ധിച്ച് ഉത്തരം എഴുതേണ്ട ഒരു ചോദ്യമാണിത്. അപ്പോൾ നമുക്കിവിടെ അറിയാം, ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 1, 4 ശരിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 3ാമത്തെ അധ്യായമായ അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ആൾജിബ്ര എന്ന പാഠഭാഗത്തിലെ ഒരു ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക n² + 12n ആണ്. ഈ ശ്രേണിയിലെ ആദ്യ പദം എന്താണ്? ഇത് വളരെ എളുപ്പമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് 4 ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യ പദം എന്ന് പറയുന്നത് 13 എന്നുള്ളത്. 6ാമത്തെ ചോദ്യം 8ാമത്തെ അധ്യായമായ തൊടുവരകൾ അഥവാ ടാൻജൻസിൽ നിന്നുള്ളതാണ്. ചിത്രം തന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഒരു വസ്തുത ശരിയാണോ എന്നും അതിന് നൽകിയിരിക്കുന്ന കാരണം ശരിയാണോ എന്നും പരിശോധിക്കുക. അതായത് 2 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ടാകും. പ്രസ്താവന 1
ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശങ്ങൾ 5 സെൻറ്റിമീറ്റർ വീതമാണെങ്കിൽ മൂന്നാമത്തെ വശം 5√2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അടുത്ത പ്രസ്താവന, രണ്ടാമത്തെ പ്രസ്താവന, 45 ഡിഗ്രി 90 ഡിഗ്രി കോണുകളുള്ള ഏതൊരു ത്രികോണത്തിലും ചെറിയ വശങ്ങൾ രണ്ടും തുല്യമായിരിക്കും. നീളം കൂടിയ വശത്തിൻ്റെ നീളം ഈ നീളത്തിൻ്റെ √2 മടങ്ങാണ്. ഇത് ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെയും ഉത്തരങ്ങൾ ABCD കൊടുത്തിട്ടുണ്ടാകും. ഈ രണ്ട് പ്രസ്താവനയുമായി ബന്ധപ്പെടുത്തിയുള്ള ഉത്തരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ A, പ്രസ്താവന 1 ശരിയാണ്, 2 തെറ്റാണ്. B, പ്രസ്താവന 1 തെറ്റാണ്, 2 ശരിയാണ്. C, 2 പ്രസ്താവനകളും ശരിയാണ്, 2 1ൻ്റെ ശരിയായ കാരണം. അതിലെ D പാർട്ട്, 2 പ്രസ്താവനകളും ശരിയാണ്, 2 1ൻ്റെ ശരിയായ കാരണം അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് C ആണ്. അതായത് 2 പ്രസ്താവനകളും ശരിയാണ്, 2 1ൻ്റെ ശരിയായ കാരണം എന്നുള്ളതാണ്. ഈ സെക്ഷനിലെ അവസാനത്തെ ചോദ്യം, അതായത് 8ാമത്തെ ചോദ്യം, സോളിഡ്സ് എന്ന പാഠഭാഗത്തിലെ ഒരു ചോദ്യമാണ്. 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം എത്രയാണ്? ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. വ്യാപ്തം കണ്ടുപിടിക്കാൻ കൂട്ടുകാർ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. 4 ഉത്തരം തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം 36 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്നുള്ളതാണ്. സെക്ഷൻ ബിയിൽ 5 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അരിത്തമെറ്റിക് സീക്വൻസസ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നീ പാഠഭാഗങ്ങളിൽ നിന്നും 2 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളും, ഉദാഹരണത്തിന് 100നും 500നും ഇടയിൽ 9ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട്? മറ്റൊരു ചോദ്യം, ചിത്രത്തിൽ ചതുരത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു സമഭുജ സാമാന്തരിക നിർമ്മിക്കുന്നു. ചതുരത്തിനുള്ളിൽ ഒരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിനുള്ളിലായിരിക്കാനുള്ള സാധ്യത എന്താണ്? 4ാമത്തെ അധ്യായമായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന പാഠഭാഗത്തിലെ ഒരു ചോദ്യമാണ്. ഇങ്ങനെ 2 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളും 4ാമത്തെ അധ്യായമായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന പാഠഭാഗത്തിൽ നിന്ന് 3 മാർക്കിൻ്റെ 1 ചോദ്യത്തിനും സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗത്തിലെ 4 മാർക്കിൻ്റെ 1 ചോദ്യത്തിനും ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന്, ഒരു സമാന്തര ശ്രേണിയിലെ 3ാമത്തെയും 15ാമത്തെയും പദങ്ങളുടെ ആകെ തുക 60 ആണ്. അതിൽ A പാർട്ട് 5ാമത്തെയും 13ാമത്തെയും പദത്തിൻ്റെ പദങ്ങളുടെ ആകെ തുക എത്ര? അതിൽ B പാർട്ട് എന്ന് പറയുന്നത് ഈ A പാർട്ടിൻ്റെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. എന്നാൽ 9ാം പദം എത്ര? ഇതിലൊരു ഓർ ക്വസ്റ്റ്യൻ കാണും. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ തന്നെ ഇതേ മേഖലയിലെ തന്നെ മറ്റൊരു ചോദ്യമായിരിക്കും. ഒരു സമാന്തര ശ്രേണിയിലെ 4ാമത്തെ പദം 46ഉം 7ാമത്തെ പദം 6ഉം ആണ്. ഇതിൻ്റെ ആദ്യ പദം എത്ര? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് A പാർട്ടിൻ്റെ സഹായത്തോടുകൂടെ ചെയ്യാൻ പറ്റുന്ന B പാർട്ടാണ്. ഇതിൻ്റെ 13ാം പദം എത്ര? അപ്പോൾ ഇത്തരത്തിൽ 2 ചോദ്യങ്ങളാണ് സെക്ഷൻ ബിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 13ാമത്തെ അധ്യായമായ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പാഠഭാഗത്തിലെ 5 മാർക്കിൻ്റെ 1 ചോദ്യവും സെക്ഷൻ ബിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോയ്സ് ക്വസ്റ്റ്യൻസ് വളരെ ആത്മവിശ്വാസത്തോടെയും കുറഞ്ഞ സമയം കൊണ്ടും ചെയ്തു തീർക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ കൂൾ ഓഫ് ടൈമിൽ തന്നെ തിരഞ്ഞെടുക്കുന്നത് പരീക്ഷാ സമയം നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കും. 7ാമത്തെ അധ്യായമായ കോർഡിനേറ്റ്സിൽ നിന്ന് 3 മാർക്കിൻ്റെ 1 ചോദ്യവും 11ാമത്തെ യൂണിറ്റായ ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന പാഠഭാഗത്തു നിന്ന് 3 മാർക്കിൻ്റെ 1 ചോദ്യവും 4 മാർക്കിൻ്റെ 1 ചോദ്യവും സെക്ഷൻ സിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു ചിത്രം തന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ചിത്രത്തിൽ ABCD എന്ന ചതുരത്തിലെ എതിർമൂലയിലെ സൂചക സംഖ്യകൾ A23 C57 എന്നിവയായാൽ മറ്റു മൂലകൾ കണ്ടുപിടിക്കുന്നത്, അതായത് BD എന്നീ എതിർമൂലകളിലെ സൂചക സംഖ്യകൾ എഴുതുന്ന ചോദ്യം. ഇനി അതിൻ്റെ സഹായത്തോടുകൂടെ തന്നെ ABയുടെ നീളം കണക്കാക്കുന്നത്, ACയുടെ നീളം കണക്കാക്കുന്നത്. അപ്പോൾ ഈ മേഖലയിലെ തന്നെ മറ്റൊരു ചോദ്യവും കൂടെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന പാഠഭാഗത്തിലെ 4 മാർക്കിൻ്റെ ചോദ്യത്തിന് A or B എന്നിങ്ങനെ 2 ചോദ്യങ്ങളുണ്ടായിരിക്കും. അങ്ങനെ സെക്ഷൻ സിയിൽ ആകെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. സെക്ഷൻ ഡിയിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന പാഠഭാഗത്തു നിന്നുമുള്ള 3 മാർക്കിൻ്റെ 1 ചോദ്യത്തിന് ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഉദാഹരണം, x ഒരു എണ്ണൽ സംഖ്യയാണ്. x² + 2x ഏത് സംഖ്യ കൂട്ടിയാൽ അതൊരു പൂർണ്ണവർഗമാകും? അതിൻ്റെ B പാർട്ട്, x² + 2x = 15 ആയാൽ x ആകുന്ന സംഖ്യ ഏതാണ്? ഈ ചോദ്യം കൂട്ടുകാർ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് A പാർട്ടിൻ്റെ സഹായത്തോടു കൂടെ തന്നെ B പാർട്ടും ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ ഇതേ മേഖലയിലുള്ള മറ്റൊരു ചോദ്യമാണ് ഇതിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന്, 8ൻ്റെ
അടുത്തടുത്ത രണ്ട് ഗുണിതങ്ങളുടെ ഗുണനഫലം 766 സംഖ്യകൾ ഏതെല്ലാം? സെക്ഷൻ ഡിയിൽ മൂന്നാമത്തെ യൂണിറ്റായ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര എന്ന പാഠഭാഗത്തിൽ നിന്നും 4 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിന് ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഉദാഹരണം, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 8n+6. ഈ ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെയും അടുത്ത 20 പദങ്ങളുടെയും തുകകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഇതിന് തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 1+2+3+ എക്സെട്ര അപ് ടു 20 കണക്കാക്കുക. ഇതിൻ്റെ ബി പാർട്ട് 3+6+9+ എക്സെട്ര അപ് ടു 60 കണക്കാക്കുക. അതായത് എ പാർട്ടിൻ്റെ സഹായത്തോടു കൂടെ തന്നെ ബി പാർട്ടും എ ബി എന്നീ ചോദ്യങ്ങളുടെ സഹായത്തോടു കൂടെ സി പാർട്ടും ചെയ്യുന്ന ചോദ്യമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ സി പാർട്ട് എന്ന് പറയുന്നത് xn = 3n+2 എന്ന ബീജഗണിത രൂപത്തിലുള്ള സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ ആകെ തുക കണക്കാക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി 9ാമത്തെ യൂണിറ്റായ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന പാഠഭാഗത്തിലെ 4 മാർക്കിൻ്റെ ഒരു ചോദ്യവും സെക്ഷൻ ഡിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. x² + x - 56 എന്ന ബഹുപദത്തെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക. അപ്പോൾ ഇതേ ചോദ്യത്തിൻ്റെ ബി പാർട്ട് x² + x - 56 എന്ന ബഹുപദത്തിൻ്റെ ഗ്രാഫ് x അക്ഷത്തെ മുറിക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൽ നിന്നും 4 മാർക്കിന് പ്രതീക്ഷിക്കുന്നത്. 31 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് സെക്ഷൻ ഇയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിർമ്മിതി എന്ന മേഖലയിൽ നിന്നുള്ള ഏകദേശം 11 അല്ലെങ്കിൽ 12 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് എന്നത് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണം, പരിവൃത്ത ആരവും കോണുകളും കിട്ടിയാൽ ത്രികോണം നിർമ്മിക്കുന്ന പ്രവർത്തനം, ചതുരത്തിൻ്റെ പരപ്പളവിന് തുല്യ പരപ്പളവുള്ള സമചതുരത്തിൻ്റെ നിർമ്മിതി, അന്തർവൃത്ത ആരവും കോണുകളും തന്നാൽ ത്രികോണം നിർമ്മിക്കുന്ന പ്രവർത്തനം, ത്രികോണത്തിൻ്റെ അന്തർവൃത്തം നിർമ്മിക്കുന്ന പ്രവർത്തനം, വൃത്തത്തിന് തൊടുവരകൾ നിർമ്മിക്കുന്ന പ്രവർത്തനം എന്നിവ തീർച്ചയായും വരച്ചു പഠിക്കേണ്ടതാണ്. 2ാമത്തെ യൂണിറ്റായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന പാഠഭാഗത്ത് നിന്നും 4 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളാണ് പൊതുപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. ഉദാഹരണം, ചിത്രത്തിൽ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ പിയും ക്യൂവും കൂടാതെ എ ബി സി ഡി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളായാൽ എ ബി = സി ഡി ആണെങ്കിൽ എ ബി ഡി സി ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ഇത്തരത്തിലുള്ള തെളിയിക്കുന്ന ചോദ്യങ്ങൾ ഈ വർഷത്തെ ചോദ്യപേപ്പറിൽ തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. 8ാമത്തെ യൂണിറ്റായ തൊടുവരകൾ, ത്രികോണമിതി, സോളിഡ്സ് എന്നീ പാഠഭാഗങ്ങളിൽ നിന്നും 5 മാർക്കിൻ്റെ ഓരോ ചോദ്യങ്ങൾ സെക്ഷൻ ഇയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ ത്രികോണമിതിയിലെയും സോളിഡ്സിലെയും ചോദ്യങ്ങൾക്ക് ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ഉദാഹരണം, ഒരു നദീതീരത്തിൻ്റെ അരികിൽ നിൽക്കുന്ന 1.6 മീറ്റർ ഉയരമുള്ള ഒരാൾ മറ്റേ കരയുടെ അരികിലുള്ള ഒരു മരത്തിൻ്റെ മുകൾ ഭാഗം 70 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 20 മീറ്റർ പിന്നോട്ട് പോകുമ്പോൾ അയാൾ അത് 35 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ഈ വിശദാംശങ്ങൾ കാണിക്കുന്ന ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. നദിയുടെ വീതിയും മരത്തിൻ്റെ ഉയരവും കണക്കാക്കുക. ഇത്തരത്തിലുള്ള ചോദ്യമാണ് 5 മാർക്കിന് ത്രികോണമിതി എന്ന പാഠഭാഗത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്. ഇതേ മേഖലയിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം കൂടെ ചോയ്സ് ക്വസ്റ്റ്യനായിട്ട് ഈ ചോദ്യത്തിൽ കാണാവുന്നതാണ്. സർക്കിൾസ് ആൻഡ് ലൈൻസ്, ത്രികോണമിതി എന്നീ പാഠഭാഗങ്ങളിലെ 4 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ സെക്ഷൻ ഇയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതി എല്ലാവർക്കും ഉന്നത വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗണിതശാസ്ത്രത്തെ ആസ്പദമാക്കിയുള്ള മാതൃകാ ചോദ്യപേപ്പർ അവലോകനമാണ് ഇതുവരെ കേട്ടത്. പരിചയപ്പെടുത്തിയത് ഗണിതശാസ്ത്ര അധ്യാപകനും SSCRT കോർ SRG അംഗവുമായ ഗോപകുമാർ GS. വിജയവാണി SSLC പരീക്ഷാ സഹായി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.